നമസ്കാരം. സമൃദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തമായിട്ടൊരു ഓൺലൈൻ ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ആണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബൊട്ടീക്ക് സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു സെഗ്മെന്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബിസിനസ് തുടങ്ങണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആ ഒരു ചിന്ത വരുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് എവിടുന്ന് വെൻഡേഴ്സിനെ കണ്ടെത്തും, സപ്ലയേഴ്സിനെ എവിടുന്ന് കിട്ടും, എവിടുന്ന് ഞാൻ മെറ്റീരിയൽ എടുക്കും, ഹോൾസെയിൽ ആയിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യണം, എത്ര രൂപ ഞാൻ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ, അഥവാ നഷ്ടം വന്നാൽ വീട്ടിലുള്ളവരൊക്കെ എന്നെ എന്ത് പറയും, അല്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വരത്തില്ലേ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരില്ലേ, ഇങ്ങനെ ഒരു നൂറ് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ച് കാട് കയറാറുണ്ട് അല്ലെ. അപ്പോ ഇന്ന് ഞാൻ പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു മേഖലയിൽ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന് നമുക്ക് കൊടുക്കേണ്ട കുറച്ച് ഉറപ്പുകളാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചുവട് വെക്കുമ്പോൾ മുന്നോട്ട് പോകാനായിട്ടുള്ള ഊർജ്ജം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 8 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇന്ന് ഞാൻ പോയിന്റ്. റീസൈലൻസ് ആൻഡ് പെർസിസ്റ്റൻസ്. ബൊട്ടീക്ക് മേഖല എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, വളരെയധികം കോമ്പറ്റീഷൻ നിറഞ്ഞ ഒരു മേഖലയാണ്. എന്നാൽ നിങ്ങൾക്ക് സാധ്യതകൾ ഏറെയുണ്ട്. കാരണം ഇന്ന് ഒരുപാട് ജനസംഖ്യ കൂടുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് മെറ്റീരിയൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ഷോപ്സിൽ പോകുമ്പോൾ ഒരുമിച്ച് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളാണ് എല്ലാവരും മേടിക്കുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എല്ലാവരും പ്രത്യേകം കസ്റ്റമൈസ് ചെയ്ത് വാങ്ങുന്ന സമയത്ത് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വസ്ത്രങ്ങൾ യുണീക്കാണ്. നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടൊരു പ്രോഡക്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് വാങ്ങാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് കസ്റ്റമേഴ്സ് വരും. ക്ലോത്തിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെയധികം കോമ്പറ്റീഷൻ ആണെന്നും ആ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്ഥിതി, ഒരു മനഃശക്തി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ്. ആ കഴിവുള്ളത് കൊണ്ടാണ് നിങ്ങൾ ശരിക്കും ഇവിടെ വന്ന് എൻ്റെ ഒരു വീഡിയോ കേൾക്കുകയും ഇതിൽ നിന്നും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അടുത്തൊരു സ്റ്റെപ്പ് നിങ്ങൾ വെച്ച് ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയായിരിക്കാം. നിങ്ങൾക്ക് പലതരത്തിലുള്ള വസ്ത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് ഏതാണെന്ന് തിരിച്ചറിയുന്നു, നന്നായിട്ട് ഡിസൈനിങ് ചെയ്യാൻ അറിയാം. ഇങ്ങനെ വിവിധ തരം കഴിവുകൾ നിങ്ങൾക്കുണ്ട്. ഈ കഴിവുള്ളതുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് വരുന്നത്. ഒരു കാര്യം ഓർക്കുക, ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ള ആൾക്കാരൊന്നും തുടക്കത്തിലെ എല്ലാ കാര്യവും പ്രൊഫഷണലി പഠിച്ചിട്ടല്ല എല്ലാവരും വന്നിരിക്കുന്നത്. പല ആൾക്കാരും ഫാഷൻ ഡിസൈനിങ് ചിലപ്പോൾ പഠിച്ചിറങ്ങിയവരായിരിക്കാം, ചിലപ്പോൾ ഒരു ഫാഷൻ ഡിഗ്രിയും ഇല്ലാതെ പാഷന്റെ പുറത്ത് തുടങ്ങിയവരായിരിക്കാം. അവർ കുറെ നാള് അതിലൂടെ കടന്നുപോയി ഓരോ വർഷവും ഓരോരോ കാര്യങ്ങൾ പുതിയത് പഠിച്ച് അതിൽ നിന്നും കിട്ടുന്ന ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു പാഠങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന ഇതെല്ലാം ഉൾക്കൊണ്ട് ആണ് അവർ അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ കടക്കുന്നത്. അതുകൊണ്ട് തുടക്കം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തുടങ്ങുക. അവിടെ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്കുണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസും മനസ്സിലാക്കി നിങ്ങൾ മുൻപോട്ട് പോകുക. അപ്പോൾ ബി പെർസിസ്റ്റന്റ്, അതുപോലെ റീസൈലന്റ് ആയിരിക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കുക, ഞാൻ വളർച്ചയിലേക്ക് ഉള്ള ഒരു പാതയിലേക്ക് കടക്കുകയാണ്. എൻ്റെ ഓരോ ദിവസവും ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്നു. അതുപോലെ തന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ട്രാറ്റജീസിനാണ് പ്രാധാന്യം, അതായത് തന്ത്രങ്ങൾക്കാണ്. നമ്മൾ ബിസിനസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എങ്ങനെ നിങ്ങളുടെ ഓരോ പ്രോഡക്റ്റും വിൽക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ ഞാൻ അനുകരിച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്കിത് വർക്ക് ആവുന്നില്ല, എനിക്ക് ഒരു ഓർഡർ കിട്ടുന്നില്ല, ആൾക്കാർ ആരും എന്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങളൊരു സാധനം പുതിയൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് ബൊട്ടിക്കിന് വേണ്ടിയിട്ട് എടുക്കുവാണ്, അല്ലെങ്കിൽ ബൊട്ടിക്കിൽ പുതിയ ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് വന്നെങ്കിൽ ഇതിനെ ചിലപ്പോൾ ഇത് വേറൊരു ബൊട്ടിക്കിലുള്ള ആളുടെ കയ്യിലും ഇതേ സാധനം ഉണ്ടാവാം. പക്ഷെ അവർ വിൽക്കുന്നതിൽ നിന്നും എന്ത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എനിക്കിത് വിൽക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ അടുത്ത ആ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുക. ആ ഒരു രീതിയിൽ നിങ്ങൾ അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, വീഡിയോസ് എങ്ങനെ കാണിച്ചു കൊടുക്കുന്നു, ആൾക്കാരുടെ അടുത്ത് വരുമ്പോൾ ഒരാൾ ഇത് വില ചോദിച്ചാൽ അതെങ്ങനെ സംസാരിച്ച് ആൾക്കാരുടെ അടുത്ത് നിന്ന് കസ്റ്റമർ ആ പ്രോഡക്റ്റ് വാങ്ങുന്നു, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോവുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ ഓരോ ചുവട് വയ്ക്കുമ്പോഴും ചാലഞ്ചസ് നമുക്ക് പലപ്പോഴും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ വിചാരിക്കരുത് നമുക്ക് എപ്പോഴും എല്ലാ കാര്യവും വളരെ സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകുന്ന. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് വരാം. ചിലപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ടായിരിക്കാം ചെയ്യുന്നത്. സ്റ്റാഫ് ചിലപ്പോൾ പണി മുടക്കും, ചെയ്തെന്ന് വരില്ല. ആ സമയം ആ സ്റ്റാഫ് ഇല്ലാത്തപ്പോഴും നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കൊരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വരുന്ന കസ്റ്റമേഴ്സിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ചില കസ്റ്റമേഴ്സ് വളരെ ഹാർഷായിട്ട് ചിലപ്പോൾ സംസാരിച്ചിരിക്കും, ചിലർ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും പറയുന്നത്, ചിലർ ചിലപ്പോൾ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടില്ല, അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ പോലും അവർ പറയും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ചേഞ്ച് ചെയ്യണം എന്നൊക്കെ. നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് മനസ്സിലാക്കുക, ഉടനെ ആ ഓർഡർ ക്യാൻസൽ ചെയ്ത് കളയോ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ കസ്റ്റമർ പറയുന്നതിനനുസരിച്ച്
അതിനനുസരിച്ച് തന്നെ ചേഞ്ചസ് ഒക്കെ വരുത്തി ചാലഞ്ചസ് നമുക്ക് ചിലപ്പോൾ കുറച്ച് വരും, ആ ചാലഞ്ചസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന് ആദ്യം മനസ്സിലൊരു ഉറപ്പ് കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള പ്ലാൻസ് നിങ്ങൾ ഉണ്ടാക്കുക. അതായത് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന എന്തിനാണ്? ഏറ്റവും മികച്ച കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടണം, അതിനോടൊപ്പം നല്ല രീതിയിൽ നമുക്ക് സെയിൽ നടക്കണം. അപ്പൊ ആദ്യം പ്രാധാന്യം കൊടുക്കുന്ന, പ്രയോറിറ്റി കൊടുക്കേണ്ട നിങ്ങളുടെ കസ്റ്റമേഴ്സിനാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല പാറ്റേൺസിലുള്ള നല്ല ഡ്രസ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ത്രൂ നമുക്ക് ധാരാളം ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സിനെയും മികച്ച രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആദ്യമേ മനസ്സിൽ ഉറപ്പിക്കുക, കസ്റ്റമർ ഈസ് കിങ് എന്ന് കേട്ടിട്ടില്ല, അതേപോലെ നമ്മളിലേക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സിനെയും നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഓർഡർ കിട്ടും. അപ്പൊ നമ്മളുടെ മൈൻഡ് സെറ്റ് തന്നെ കസ്റ്റമേഴ്സിന്റെ ഒരു ഐഡിയൽ കസ്റ്റമർ അവതാർ എന്നാണ് അതിനെ പറയുന്നത്. എന്റെ കസ്റ്റമർ എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് ചിന്തിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മേഖല ഏതാണോ ആ മേഖലയിൽ നിൽക്കുന്ന, ഇപ്പൊ കുർത്തി ബിസിനസ് ആണെങ്കിൽ നിങ്ങളുടെ ഒരു കുർത്തി വാങ്ങുന്ന ഒരു കസ്റ്റമർ എങ്ങനെയായിരിക്കും, അത് ഇട്ട് കഴിയുമ്പോൾ അവര് എങ്ങനെയായിരിക്കാം, അവർ ഏത് രീതിയിൽ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നു, ഇത് നിങ്ങൾ ചിന്തിക്കുക. ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങളുടെ മനസ്സിന് ഉറപ്പ് കൊടുക്കുക, ഇങ്ങനെയുള്ള ആൾക്കാരാണ് എന്റെ കയ്യിൽ നിന്നും സാധനം വാങ്ങാനായിട്ട് പോകുന്നത്, അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഈ രീതിയിൽ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ നാലാമത്തെ പോയിന്റ് ആണ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇറക്കി, നിങ്ങളിപ്പോൾ ബൊട്ടിക്ക് തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഡ്രസ്സുകൾ ആദ്യം കൊണ്ടുവന്നു. നിങ്ങൾ വിചാരിക്കരുത് ഇതുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന്. നമ്മൾ ഓരോ മാസവും കൃത്യമായിട്ടും പുതിയ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് ഇറക്കുക, വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് നിങ്ങളുടെ തന്നെ ഐഡിയാസിൽ പുതിയ ഡ്രസ്സുകൾ നിങ്ങൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരിക. നിങ്ങൾ കസ്റ്റമേഴ്സ് പറയുന്ന അവരുടെ ചോയ്സും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് പുതിയ പുതിയ കളക്ഷൻസ് ലോഞ്ച് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു സെറ്റ് വിപണിയിൽ മാർക്കറ്റിൽ നിങ്ങളിപ്പോൾ റീസെല്ലിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ റീസെല്ലിംഗ് ചെയ്യുന്ന വെൻഡേഴ്സ് തരുന്ന പ്രോഡക്റ്റ് മാത്രം നിങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പർട്ടിക്കുലർ റീസെല്ലറുടെ കയ്യിൽ നിന്ന് മാത്രം നിങ്ങൾ സാധനം വാങ്ങി നിങ്ങൾ ഓർഡറുകൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഇന്നത്തെ ഇൻഡസ്ട്രി, നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന എന്താണോ ട്രെൻഡിനൊപ്പം നമ്മൾ നീങ്ങി അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ തരുന്ന വെൻഡേഴ്സ് തരുന്ന ആ ഫോട്ടോസ് മാത്രം വെച്ച്, റീസെല്ലേഴ്സ് തരുന്ന ഫോട്ടോ മാത്രം വെച്ചിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പല പല ആൾക്കാരെ നമ്മൾ തേടുക, വെറൈറ്റി കളക്ഷൻസ് നോക്കുക, അത് കൊണ്ടുവരിക. നിങ്ങൾ പർട്ടിക്കുലർലി നിങ്ങളാണ് തന്നെയാണ് ആ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് ചിന്തിക്കുക. അത് ചിന്തിക്കുന്ന കാര്യങ്ങൾ എഴുതുക ബുക്കിൽ. എനിക്ക് അല്ലാതെ ആരെങ്കിലും ചെയ്യുന്നത് അതുപോലെ കോപ്പി ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് ഒരു സാധനം കണ്ട് ഇൻസ്പയർ ആയാൽ ഇതിൽ നിന്നും വെറൈറ്റി ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ആലോചിക്കുക. അത് ഏതെങ്കിലും പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു പേപ്പറിലേക്ക് എഴുതുക. അതിനുശേഷം കുറച്ച് സമയം ആലോചിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്കൊരു യൂണീക്നെസ് വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിന് ആദ്യം പറയുക, ഓരോ മാസവും ഞാൻ കൃത്യമായിട്ട് പുതിയ പുതിയ ഡിസൈൻസ് എന്റെ ബൊട്ടിക്കിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, ക്ലാരിറ്റി ഓൺ യുവർ ബ്രാൻഡ് വിഷൻ. നിങ്ങൾ ഓൺലൈൻ ബൊട്ടിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ബൊട്ടിക്കിന് നിങ്ങളൊരു പേര് കൊടുക്കുന്നു, അതിനൊരു ടാഗ് ലൈൻ കൊടുക്കുന്നു, അതൊരു ബ്രാൻഡായി മാറണമെന്ന് നിങ്ങൾ തീവ്രമായിട്ടും ആഗ്രഹിക്കുന്നു. ഈ സമയം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കാര്യമാണ് വിഷൻ എന്ന് പറയുന്നത്. എന്റെ ബ്രാൻഡ് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത്? ഏത് തരത്തിലുള്ള ആൾക്കാരാണ് എൻ്റെ കയ്യിൽ നിന്നും പ്രോഡക്റ്റുകൾ വാങ്ങുന്നത്? കോളേജിലുള്ള കുട്ടികളാണോ, അതല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളാണോ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണോ, അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഓഫീസ് ഗോയിങ് ആയിട്ടുള്ള ആൾക്കാർക്കാണോ, നിങ്ങൾ യൂണിഫോം മാത്രം ചെയ്തിട്ട് അങ്ങനെ നൈറ്റി ബിസിനസ് ആണെങ്കിൽ അങ്ങനെയുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണോ? ഇത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തി വെക്കുക. അതാണ് ബ്രാൻഡ് വിഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് എത്ര ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ബൊട്ടിക്ക്, എത്ര മാസത്തിനുള്ളിൽ എനിക്കിത് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ബുക്കിൽ എഴുതുക. എനിക്ക് ഇത്ര മാസങ്ങളിൽ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ മെറ്റീരിയൽസ് കണ്ടുപിടിക്കുന്നു, എനിക്ക് ഈ മാസം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്ന ടാസ്കുകൾ ഞാൻ അച്ചീവ് ചെയ്യും, അടുത്ത മാസം ഞാൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടേക്കുള്ള കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ നിങ്ങളൊരു വിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇത്ര മാസത്തിൽ അതിനോടൊപ്പം ഞാൻ ഇതിൽ നിന്നും എത്ര രൂപ അച്ചീവ് ചെയ്യണമെന്ന് പോലും നിങ്ങൾ എഴുതി തുടങ്ങുക. അങ്ങനെ ചെയ്താലേ ഒരു ബ്രാൻഡിന്റെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ തുടങ്ങണമെന്നൊക്കെയുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ മെല്ലെ മെല്ലെ ആ ഒരു തുടക്കത്തിലെ ആവേശം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങുമ്പോഴേക്കും വിചാരിക്കും എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല ഇതെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പിന്നിലേക്ക് പോകും. നിങ്ങളുടെ പാഷൻ ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ കാര്യം എഴുതി വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വിജയിക്കാനായിട്ട് സാധിക്കും. അടുത്ത പോയിന്റ് ആണ് ഫോക്കസ് ഓൺ കൺസിസ്റ്റൻസി.
നമ്മൾ കേട്ടിട്ടുണ്ട് റോമാ നഗരം ഒറ്റ ദിവസം കൊണ്ടല്ല പണി കഴിപ്പിച്ചതെന്ന്. അതുപോലെ തന്നെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇതൊരു ഗെയിമാണ്. ഇത് തുടങ്ങി ഒരു മാസത്തിനുള്ളിലൊക്കെ നമ്മളൊരു റിസൾട്ട് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒരു പുതിയതായിട്ട് പഠിക്കാനായിട്ട് ഇറങ്ങിയ ഒരു വിദ്യാർത്ഥിയെ പോലെയാണ്. നമ്മൾ കുറച്ച് ദിവസം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, കുറെ കാര്യങ്ങൾ പഠിക്കണം, എങ്കിൽ മാത്രം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. എല്ലാ ദിവസവും കൃത്യമായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റുകൾ ഇടുക, ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഈ ബ്രാൻഡിന്റെ വിസിബിലിറ്റി, അതായത് ഇങ്ങനെ ഒരു ബ്രാൻഡ് ഈ നാട്ടിലുണ്ട് എന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടേയിരിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ 1-2 ഓർഡർ കിട്ടുമ്പോൾ അത് മാക്സിമം വാല്യൂ കൊടുത്തുകൊണ്ട് നല്ല പ്രോഡക്റ്റുകൾ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിന് എത്തിക്കുക. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൺലൈൻ ബിസിനസ്സിലെ സക്സസ് എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് ഉണ്ടാകുന്നതല്ല. അതിന് കുറച്ച് സമയമെടുക്കും. അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അടുത്ത പോയിന്റ് ആണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പാലിക്കേണ്ടത്. അതായത് നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ഡിസിപ്ലിൻ പാലിക്കുക തന്നെ വേണം. നിങ്ങൾ മെറ്റീരിയൽസ് എടുക്കുന്നത് മുതൽ നിങ്ങൾ ഓരോ സ്റ്റെപ്പും ബിസിനസ്സിൽ ചുവട് വെക്കുന്നതും നിങ്ങൾ എപ്പോഴും അത് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തുകൊണ്ട് എഴുതി പോവുക. അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അത് മാറ്റുക. കാരണം അതല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ അറിയില്ല. നമ്മൾ കുറെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിത് തുടങ്ങും, ലാഭം കിട്ടി തുടങ്ങുമ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തെന്ന് ഒരു ഐഡിയ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ലാഭം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, അയ്യോ എനിക്ക് ഇത്രയും രൂപ കിട്ടിയത്. കിട്ടുന്ന മുഴുവൻ തുകയും നമ്മളുടെ പ്രോഫിറ്റ് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന ലാഭം മാറ്റിവെക്കാനായിട്ടും ആ ലാഭത്തിൽ കിട്ടുന്ന തുകയെ വീണ്ടും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തുടക്കം മുതൽ ഒരു അക്കൗണ്ടിങ് നിങ്ങൾ തുടങ്ങുന്ന ചിലപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള 1000 രൂപയ്ക്ക് നിങ്ങൾ തുടങ്ങിയാൽ പോലും അക്കൗണ്ട്സ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓരോ രൂപയും നമ്മൾ എവിടേക്കാണ് മാറ്റുന്നതെന്നും വരുന്ന തുകകൾ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ ബിസിനസ്സിലേക്ക് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നും നിങ്ങൾ പഠിച്ചിരിക്കണം. ബിസിനസ്സിലേക്ക് ഇറങ്ങി കുറച്ച് നാൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ തുടക്കത്തിൽ നിന്ന വ്യക്തി തന്നെ ആയിരിക്കരുത് നിങ്ങൾ. ഒരുപാട് ചേഞ്ചസിന് വേണ്ടിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക. അതായത് ഇപ്പൊ കസ്റ്റമേഴ്സ് പുതിയ പുതിയ ഡിസൈൻസുമായിട്ട് വരുന്ന സമയത്ത് പറയുവാണ്, ഈ ഡിസൈൻസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഓൾറെഡി ഞാൻ ചെയ്യുന്ന തരത്തിലുള്ള മാത്രമേ ചെയ്യുള്ളൂ, ഇങ്ങനെയുള്ള വാശിയൊന്നും ഇല്ല, വേണ്ട. നമുക്ക് നമ്മളുടെ ഇൻഡസ്ട്രിയെ അറിയാൻ ശ്രമിക്കുക. ഇൻഡസ്ട്രിയിലെ ട്രെൻഡിനനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക. ഫ്ലെക്സിബിൾ ആയിരിക്കുക. കസ്റ്റമർ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി പറയുന്ന രീതിയിൽ ചേഞ്ചസ് നിങ്ങൾ ഓരോ മാസവും വരുത്തിക്കൊണ്ട് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുക. അല്ലാതെ തുടക്കത്തിൽ കിട്ടുന്ന അതേ സാധനങ്ങൾ വെച്ച് തന്നെ നിങ്ങൾ ലൈഫ് ലോങ് ബിസിനസ് ചെയ്യാമെന്ന് ചിന്തിക്കരുത്. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയില്ലേ, അതേപോലെ ഇൻഡസ്ട്രിയിലെ ട്രെൻഡുകൾക്ക് മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരു 2 വർഷം മുമ്പുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കാം, പക്ഷെ അതൊരിക്കലും നമ്മളുടെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക്, നമ്മൾ കാണുന്ന കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പൊ ഇന്നത്തെ ഒരു മാർക്കറ്റ് സെനേറിയോ അനുസരിച്ച് എന്താണോ ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടത് അതനുസരിച്ചുള്ള ഡിസൈൻസ് വേണം നിങ്ങൾ എപ്പോഴും കൊണ്ടുവരാനുള്ളതും. അപ്ഡേറ്റ് ചെയ്യുക, ഞാൻ അപ്ഡേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് അതിനായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാർ നമ്മളിലേക്ക് വരികയുള്ളൂ. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൊടുക്കേണ്ട ഉറപ്പുകൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ കുറെ എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ കുറെ മെറ്റീരിയൽ വാങ്ങി വീട്ടിൽ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു സമൂഹ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് നഷ്ടം വന്നു പോകും. അത് വരാണ്ടിരിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കുറച്ച് ഓരോ കാര്യങ്ങളും ചുവട് വെക്കുമ്പോൾ അത് ഒന്നുകിൽ പല ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഡിസ്കസ് ചെയ്യേണ്ട ആൾക്കാർ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് പോയി ചോദ്യങ്ങൾ, ഡൗട്ട്സ് ചോദിക്കുക. എക്സാമ്പിൾ ഇതൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാർ, മെന്റേഴ്സ്, ഇപ്പൊ എന്റെ ഈ സമൃദ്ധി പോലുള്ള കമ്മ്യൂണിറ്റിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. കാരണം ഈ മേഖലയിലെ പല ഏരിയാസും ഞാൻ അനുഭവിച്ചിട്ടുള്ളതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും ഇതിലൂടെ ധാരാളം ഫെയിലിയേഴ്സ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ കരകയറി വരാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓരോ ചുവട് വെക്കുമ്പോഴും ഒരു നിമിഷം ചിന്തിക്കുക, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം മാത്രം തിരഞ്ഞെടുക്കുക, നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഇനി ഒരു ബൊട്ടീക്ക് തുടങ്ങാൻ തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, കൂടുതലായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. എന്റെ ഈ ഒരു സമൃദ്ധി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യൂട്യൂബിലുള്ള എന്റെ വീഡിയോസ് കണ്ടിട്ട് ധാരാളം ആൾക്കാർ എന്റെ വെബിനാഴ്സ്, സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് എനിക്കൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. വളരെ ആക്റ്റീവായിട്ട് ധാരാളം മെമ്പേഴ്സ് പോകുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഒപ്പം എന്റെ സമൃദ്ധി ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ധാരാളം ആൾക്കാർ അവിടെ പഠിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവരുടെ ബ്രാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പും അവരുടെ ബ്രാൻഡിനെ അടുത്തൊരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്നത്, അതുപോലെ ചെയ്യുന്ന ധാരാളം സ്റ്റുഡൻസ് എന്റെ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ട്. എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾക്കും സ്വന്തമായിട്ടൊരു ഓൺലൈൻ ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്റെ
വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് അടുത്ത വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. മാക്സിമം വാല്യൂസ് പറഞ്ഞു കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് തരും എങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങേണ്ടതെന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളെ എല്ലാ ഡൗട്ട്സും എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ സാധിക്കും. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് വസ്ത്ര മേഖലയായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഈ ഒരു ബിസിനസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ക്ലിയർ കട്ട് ഗൈഡൻസോടുകൂടി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് സാധിക്കും. പണ്ടത്തെ കാലമല്ല, പണ്ടൊക്കെ ബൊട്ടിക്സ് വളരെ കുറവാണ്. ആൾക്കാർ ഇറങ്ങുമ്പോൾ എല്ലാ ആൾക്കാർക്കും ആ ഒരു നീഡുണ്ട്. പക്ഷെ ഇന്ന് എല്ലാ സ്ഥലത്തും ബൊട്ടിക്സിന്റെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് നിങ്ങളുടെ ചുവടുവെപ്പ് വളരെ ഈസി ആയിട്ട് സാധ്യമാകുകയും നിങ്ങളെ ബ്രാൻഡ് കൂടുതൽ ആൾക്കാരിലേക്ക് അറിയാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അത്രയും വലിയൊരു സുഹൃത്ത് നമുക്ക് ഒപ്പം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വളരെയധികം നിങ്ങളുടെ കമന്റ്സിലൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. ഒത്തിരി സന്തോഷം. അപ്പൊ മറ്റൊരു വീഡിയോ, നെക്സ്റ്റ് വീഡിയോ പാർട്ട് 3 എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആണ്. അതുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്